നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ISL കേരള ബ്ലാസ്റ്റേഴ്സ് ഇതാ 14-ാം തീയതി, അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസുമായിട്ട് ഉദ്ഘാടന മത്സരം കളിക്കുകയാണ്. അതിൻ്റെ ഒരു ആവേശത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഇന്ന് കൊൽക്കത്തയിലേക്ക് പോകുന്നു. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേയിങ് ലെവലിൽ ആരൊക്കെ ഉണ്ടാകും? കൂടുതൽ ചർച്ചകൾ നമുക്ക് വരും ദിവസങ്ങളിൽ നടത്താറുണ്ട്. ഇപ്പോൾ സ്ക്വാഡിനൊക്കെ വിശദമായിട്ട് പലരും വിശകലനം നടത്തുന്നുണ്ട്. അതിൽ നമ്മൾ ഇപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ലൈനപ്പ്, ഒരു പ്രോബിൾ ലൈനപ്പ് ഒന്ന് പരിശോധിക്കുകയാണ്. ഗോൾ കീപ്പറായിട്ട് സച്ചിൻ സുരേഷ് തന്നെ. ഡിഫൻസിൽ ഇപ്പം നമ്മൾ കൊണ്ടുവന്ന ഒമർ ഭായ് ഉണ്ട്. പിന്നെ ബികാഷ് സെൻറ്റർ ബാക്ക്മാരുടെ റോളിൽ. ഇരു പാർശ്വങ്ങളിലായിട്ട് നവോച്ചയും ഐബനും ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. മധ്യനിരയിലേക്ക് മാർലോൺ ഉണ്ട്. പിന്നെ വിപിൻ, ഒപ്പം റൗളിൻ. മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ വിക്ടർ, കെവിൻ എന്നിവരോടൊപ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം കോറുവും കളിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ഓരോ കളിക്കൊക്കെ അനുസരിച്ച് പ്ലേയിങ് ലെവലിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും. ഇപ്പം ലഭ്യമാവുന്ന ഏറ്റവും മികച്ചൊരു 11 ആയിട്ടാണ് ഇതിനെ എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാവും, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. എന്നാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസണിൽ നിലനിൽപ്പിൻ്റെ ഒരു പോരാട്ടമാണ് എന്ന് തന്നെ വളരെ കൃത്യമായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ തലപ്പത്തിരിക്കുന്നവർ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ അർത്ഥത്തിൽ കണ്ടാൽ മതി. ഹൈ എക്സ്പെക്റ്റേഷനിലേക്ക് പോകുന്നതിലൊരു അർത്ഥവുമില്ല. വല്ലാത്ത രൂപത്തിൽ ടീമിനെയും അതുപോലെ തന്നെ ലീഗിനെ ആകെയും പിടിച്ചു കുലുക്കിയ ഒരു ഇയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒരു മികച്ചൊരു പ്രകടനം എന്നല്ലാതെ വളരെ ഹെവി ആയിട്ടുള്ളൊരു എക്സ്പെക്റ്റേഷനിലേക്ക് പോവേണ്ടതില്ല. എപ്പോഴും പറയാറില്ലേ, നോ ഹൈപ്പ് ഒൺലി ഹോപ്പ് എന്ന്. അത് തന്നെയാണ് ഈ സീസണിൽ നമ്മൾ വെച്ച് പുലർത്തേണ്ട കൃത്യമായ ഒരു പോളിസിയും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.